യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യമായിരുന്നു നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭമായി കുറിച്ചു വച്ചിരുന്നത്. Praise God. Last week we've been discussing and we've been meditating on John chapter 15 verses 2 onwards. അവിടെ പറയുന്നത്, There it says, എന്നിൽ കായ്ക്കാത്ത എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഫലമില്ലാത്ത എല്ലാത്തിനെയും കർത്താവ് അതിനെ നീക്കിക്കളയും. There it says that God will prune every branches that does not bear fruit. കർത്താവിൻ്റെ സന്നിധിയിൽ, ദൈവസന്നിധിയിൽ ദൈവനാമത്തിനു വേണ്ടി ഫലം കായ്ക്കുന്നതിനെയൊക്കെ ഒരു പ്രൂണിങ്, ചെത്തൽ നടത്തിക്കൊണ്ടിരിക്കും. കാരണം അധികം ഫലം കായ്ക്കുവാൻ. And also God also prunes branches that produce fruit to bear much fruit. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, ഞാൻ ഇപ്പോൾ ഫലം കായ്ക്കുന്നത് ദൈവത്തിന് പോരായോ, ഇതിൽ കൂടുതൽ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന്. Oftentimes we think, how much more can I produce for God? പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന ഫലമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, അതിലുപരി ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. Whatever God desires of us, of being producing fruit is much more than what we desire. അതുകൊണ്ട് ചെറിയ ചെത്തലുകൾ ജീവിതത്തിൽ ഓരോന്നായിട്ട് ദൈവം ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. For that reason God will give little problems in our lives and we are not able to accept it. എന്നാൽ നമ്മളെ ചെത്തി കളയാതിരിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ ദയ ഇന്നും നാം ആയിരിക്കുന്നു. And it is only by God's grace that he has not removed a branch from his presence. നമുക്ക് ദൈവസന്നിധിയിൽ കൊടുക്കേണ്ട രീതിയിലുള്ള ഫലം കൊടുക്കുവാൻ പറ്റുന്നില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിൽ വീണ്ടും ഓർക്കട്ടെ, കർത്താവ് നമ്മളെ നീക്കിക്കളയും. And today morning we have to understand that God can remove our branch if we are not able to produce fruit. ഒന്നില്ലെങ്കിൽ ആ ആയിരിക്കുന്ന സഭയിൽ നിന്ന് നീക്കിക്കളയും. And sometimes God can remove us from that church. രണ്ടാമത്തെ കാര്യം, ആയിരിക്കുന്ന ആയുസ്സിൽ ദൈവം നീക്കിക്കളയും. And sometimes God can remove us from the life. മൂന്ന്, നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ പ്രേരണയ്ക്ക് കുറവുണ്ടായിട്ട് മന്ദീഭവിച്ച് നാം നീക്കിപ്പോകും. And sometimes we will be backslidden in our spiritual walk. എന്ന് പറഞ്ഞാൽ അത് പിന്മാറ്റത്തിന്റെ ഒരു വേറൊരു ഭാഗം. It is another form of backsliding in our spiritual walk. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കാൻ, കർത്താവേ അടിയനെ അധികം ഫലം കായ്ക്കേണ്ടതിന് എന്നെ ഒരുക്കിയെടുക്കണമേ. For that reason we should pray today that God help us to bear fruit in my life. മൂന്ന് വിധത്തിലുള്ള ഫലങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി. We discussed about 3 types of fruits. ഒന്ന് മാനസാന്തരത്തിന്റെ ഫലം, 2 ആത്മാവിന്റെ ഫലം, 3 വെളിച്ചത്തിന്റെ ഫലം. We talked about 3 different kinds of fruit. The one is the fruit of repentance, the second one is the fruit of the spirit, and the last one is the fruit of the light. Praise God. നമുക്കറിയാം മാനസാന്തരത്തിന്റെ ഫലവും ആത്മാവിന്റെ ഫലവും വെളിച്ചത്തിന്റെ ഫലവും അത് പ്രവൃത്തിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഫലം എന്ന് പറയുന്നത്. And we know that all these 3 different food in essence it has to come into life or it has to come into practice. Praise God. പോളിന്റെ സാക്ഷി നമുക്ക് നോക്കാം. പൗലോസ്, let us look into the testimony of Paul. Praise God. അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം പറയുന്നു. Acts chapter 26 verse 18 it says, അവിടെ പറയുന്നത്, ഇരുട്ടിലിരിക്കുന്നവനെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ അത് മാനസാന്തരത്തിന്റെ ഒരു ഫലമാണ്. And there it says that God has called him to bring out people from darkness. For that reason it can be a fruit of repentance. സാത്താന്റെ അധീനതയിൽ കഴിയുന്ന ഒരു വ്യക്തിയെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നത് അതൊരു ഫലമാണ് മാനസാന്തരത്തിന്റെ. It is actually in fact a fruit of the repentance if you are able to bring forth the people who are under darkness and who are under the control of Satan. പോൾ വീണ്ടും അപ്പോസ്തലപ്രവൃത്തി 26-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾ ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ പിന്നെ യോഗ്യമായ ഫലം നിങ്ങൾ കായ്ച്ചിരിക്കണം. And Paul again says that if you belong to God, you should be able to produce fruit that is desirable for God. അപ്പോൾ പലപ്പോഴും ഒരു മാനസാന്തരത്തിലേക്ക് വരാൻ കഴിയാത്തതിന്റെ കാരണം ദുഷ്ടന്റെ അധീനതയിൽ ഇരുളിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. And most often we are not able to bear fruit. It also means that we are still under the control of Satan. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ഹല്ലേലൂയ ഒരു പുതിയ സൃഷ്ടിയായി തീരണം.
And in Corinthians it says that if you are a true believer, you will have a newness in life. പഴയ സ്വഭാവം മാറ്റണം. Your old being has to be removed from you. ആ രീതികൾ മാറ്റണം. All your ways have to be changed. ചിന്തകൾക്ക് മാറ്റം വരണം. Your thought process have to change. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ എല്ലാം മാറ്റപ്പെടുന്നതാണ് മാനസാന്തരത്തിന്റെ ഫലം. Which means that you are bearing fruit of repentance in your life. മാനസാന്തരപ്പെടുന്നതിന് മുൻപുണ്ടായിരുന്ന ഒരു സ്വഭാവങ്ങളും മാനസാന്തരപ്പെട്ട ശേഷം ഉണ്ടാകാൻ പാടില്ല. The fruit that you were producing before your repentance should not be produced after you have repented in your life. Praise God. അത് തുടരുന്നെങ്കിൽ അർത്ഥം ആ ആളിന്റെ മാനസാന്തരം ശരിയായ ഒരു മാനസാന്തരം അല്ലായിരുന്നു. അത് ക്രിസ്തു അംഗീകരിക്കപ്പെട്ട മാനസാന്തരം It അല്ലായിരുന്നു. simply means that you are not having a true repentance if you are continuing to produce fruit that was prior to repentance. ഏതോ സമ്മർദ്ദത്തിനോ ആരുടെ അംഗീകാരത്തിനോ അന്നേരത്തെ ഒരു ഇമോഷനിലോ ഒരു മാനസാന്തരം നടന്നല്ലാതെ ക്രിസ്തുവിൽ ജനിച്ചില്ല എന്നാണ് അതിന്റെ അർത്ഥം. It also means that you have not received the true repentance that you in your life. എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ നമ്മുടെ പഴയ ചിന്തകളിലോ രീതികളിലോ സ്വഭാവങ്ങളിലോ മറ്റ് ഓരോ ആക്ടിവിറ്റീസ് ദൈവഹിതമല്ലാത്തതുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അത് വിട്ടൊഴിഞ്ഞ് മാനസാന്തരത്തിന്റെ ഫലം കായ്ക്കണം. And any of you who are listening to me today morning, if you are still continue to produce the fruit that was prior to repentance, I wanted to urge you that you have to stop doing that. നമുക്കറിയാം വഴിയരിയിൽ ഇരുന്ന ഒരു മുടന്തന്റെ കഥയെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി പറയുന്നുണ്ട്. In the Acts of the Apostle, it talks about a person who was paralyzed, who was sitting by the road. മൂന്നാം അധ്യായത്തിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ പറയുമ്പോൾ It is mentioned in chapter 3 of Acts. അതിലെ കടന്നു പോകുന്ന ദൈവമക്കൾ ശിഷ്യന്മാരോട് ചോദിച്ചു, എനിക്ക് വല്ലതും തരണം. And this lame man was asking the disciple for requesting for something to receive in his life. അവര് പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് സ്വർണ്ണമോ അങ്ങനെയുള്ള ഒന്നും വിലപിടിപ്പില്ല. Peter replied to him that I don't have silver or gold. പക്ഷേ ഒന്നുണ്ട്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്ക എന്ന് But one കൽപ്പിച്ചു. thing he have, and that is in the name of Jesus you walk. എന്നിട്ട് അവിടെ എന്താ പറഞ്ഞെന്നറിയാമോ? അവന്റെ കാലുകളും നരിയാണുകളും ഒക്കെ ഉറച്ചു, അവന് കുതിച്ചെഴുന്നേറ്റു. And there it says that his feet and ankles became strong and he started to jump. അടുത്ത 8ാമത്തെ വാക്യമാണ് മാനസാന്തരത്തിന്റെ ഫലം ദൈവമക്കളിൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? In verse 8 it talks about the repentance or the fruit of the repentance. വാസ്തവമായി നിന്നെ രക്ഷിച്ചവനും നിന്നെ അറിഞ്ഞവനും നിന്നെ സ്നേഹിക്കുന്നവനുമായ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ള നിന്റെ ആരാധന തുള്ളിയും ചാടിയും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആരാധനയായി മാറണം. And if you have truly understood the repentance, the way that you worship, the way that you love others will be based on how you have repented. അത് കഴിഞ്ഞിട്ടോ നീ ദൈവത്തിന്റെ ആലയത്തിലായിരിക്കണം നിന്റെ സന്തോഷം കണ്ടെത്തേണ്ടത്. After you have repented, your joy should be in the presence of the Lord. ഇത് സംഭവിക്കുന്നില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനം മനസ്സിലാക്കണം, നമ്മളിൽ വാസ്തവമായ ഒരു മാനസാന്തരം നടന്നിട്ടില്ല. If this is not happening in your life, then you have to truly examine yourself. Am I really producing fruit that is true to the repentance? Praise God. വടി വിഴുങ്ങിയതുപോലെ നെയ്യ് കുടിച്ചതുപോലെ ലേഹ്യം തിന്നതുപോലെ നമ്മൾ ഇങ്ങനെ നിന്ന് ആരാധിക്കാനുള്ള ദൈവം ആഗ്രഹിക്കുന്നത്. ഇവനെ കണ്ടുപിടിക്കുക, ഇവൻ തുള്ളിയും ചാടിയും ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തെ ആരാധിച്ചു. You know, just like this lame man, once he was healed, he jumped up and started to praise God. That is what's the expectation of God for our life. Praise God. അപ്പൊ മാനസാന്തരത്തിന്റെ ഫലം ഇല്ലാത്ത ആളാണ് ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്തോ അല്ലാത്ത സ്ഥലങ്ങളിലോ ഒക്കെ പോയി ഇങ്ങനെ വിഴുങ്ങി നിൽക്കുന്നവർ. And those are the people who actually sit idle in the presence of the Lord when the worship is ongoing. പേരിന് ക്രിസ്ത്യാനി, പേരിന് പെന്തക്കോസ്തൻ, പക്ഷേ ആരാധന മരണപരമായ ശവക്കലറയെക്കാട്ടിലും വെള്ളതേച്ച ചില ശവക്കലറയെക്കാട്ടിലും ആയിരിക്കുന്നതിന്റെ ഉദ്ദേശം ശരിയായ ഫലം പുറത്തു വന്നിട്ടില്ലേ? Those are the people who are not received true repentance in their life and they are just simply idle in the presence of the Lord. Praise God. ശൗലിന്
ഒരു മാനസാന്തരത്തിന്റെ ഫലമുണ്ടായി. And we know Saul had a repentance and he had produced fruit. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. അതിന്റെ 15, 11, 16 വാക്യങ്ങളിൽ പറയുന്നത്, It is mentioned in the book of Acts chapter 9. ദൈവനാമത്തിനു വേണ്ടി കഷ്ടം സഹിക്കുവാൻ എന്നെ ദൈവം തെരഞ്ഞെടുത്തു എന്നുള്ള സുബോധത്തിന്റെ ഫലം അവന് ലഭിച്ചു. And he became into the understanding that he has been chosen for the suffering of being connected to God. അപ്പൊ ദൈവനാമത്തിനു വേണ്ടി കഷ്ടം സഹിക്കുക. He has been chosen instrument to suffer for Christ. പല രീതിയിലുള്ള കഷ്ടം. He has been suffering in many different ways. Praise God. നമ്മള് പലരും കംഫോർട്ട് ആണെങ്കിൽ മാത്രം ഒന്ന് ആലയത്തിൽ പോകും. And many of us, if we are so comfortable, we will just go into the church to worship ഇപ്പൊ God. അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് തേടി വരുന്ന ഒരു അഭിഷേകവും ഒരു ആത്മസാന്നിധ്യവും നടക്കുന്ന ഒരു 1.5 വർഷമായിട്ട് ഇതുണ്ട്. And nowadays it has become a point where the worship will come to your own desktops or laptops. റൂമിലായിരുന്നാലും ബാത്റൂമിലായിരുന്നാലും ബെഡിലായിരുന്നാലും യാത്രയിലായിരുന്നാലും കാർ ഡ്രൈവ് ചെയ്യുമ്പോഴാകുമ്പോഴും എല്ലാം ഇങ്ങോട്ട് തേടി വരുന്ന ഒരു ആരാധന. And today's worship has become to a point where it will come to your phones and your laptops, or even if you are on the bed or even in your toilets, it will come to you. ഒരു കഷ്ടവും സഹിക്കേണ്ട ആവശ്യമില്ല. There is no suffering you have to go through for it. തുണി നനയ്ക്കണ്ട, കുളിക്കണ്ട, തേക്കണ്ട, സമയത്ത് ഇറങ്ങി വരണ്ട, വണ്ടി ഓടിക്കണ്ട. You don't have to go through any of the process that you would go through if you were to go to church. വെതർ നോക്കണ്ട. You don't even have to worry about the weather condition outside. ഗ്യാസ് ചെലവില്ല. There is no expenses related to gas. കാരണം ഇപ്പോൾ പെരയ്ക്കകത്ത് ദൂരത്തു നിന്നൊക്കെ ഇന്റർനാഷണൽ ആരാധന വന്നുകൊണ്ടിരിക്കുക. And it is because the worship started to come to you. എന്നാൽ ഈ ശൗൽ എന്താ പറയുന്നറിയാമോ? But do you know what Saul says after his ഞാൻ repentance? കഷ്ടത സഹിക്കാൻ വേണ്ടി ദൈവം എന്നെ തെരഞ്ഞെടുത്തതിന്റെ ഫലമാണോ? And I have been chosen to suffer for Christ. Praise God. നീ പ്രഭാതത്തിൽ ദൈവനാമത്തിനു വേണ്ടി സഭയ്ക്ക് വേണ്ടി ഇടവെൽ നിൽക്കുവാനും പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും നീ എഴുന്നേൽക്കുന്നുവെങ്കിൽ അതൊരു ഭാഗമായിട്ട് ദൈവങ്ങൾക്ക് മനസ്സിലാക്കണം. And children of God, you have to understand, if you are ready to pray and if you are ready to suffer for Christ or for church, that should be becoming as a fruit in your life. 2-3 പേരെ ആരാധനയ്ക്ക് വിളിക്കുന്നത് കഷ്ടം അനുഭവിക്കുന്നതിന്റെ ഫലമാണ്. It is also, if you were to call or invite somebody to church, that also it becomes a fruit. നിന്റെ വണ്ടി നിറച്ച ആൾക്കാരെ കയറ്റിക്കൊണ്ടുവരുന്നതും കഷ്ടത അനുഭവിക്കുന്നതിന്റെ ഫലമാണ്. It could also be that you have invited people into your car and driving them to the church is also a fruit. അതെന്താ നമ്മളെ കൊണ്ട് പറ്റാത്തതെന്നറിയാമോ? Do you know why we are not able to do that? വാസ്തവമായ ഫലമൊന്നുമില്ല. We don't have the true fruit in us. വാസ്തവമായ മാനസാന്തരത്തിന്റെ ഫലം ഇല്ലാത്തതുകൊണ്ട്. It is because we are not producing the fruit according to the repentance that we receive. ഫലമുള്ളവൻ ദൈവനാമത്തിനു വേണ്ടി മരിക്കാൻ തയ്യാറാകും. To those people who bear fruit will be willing to die for Christ. അവനവന്റെ ഡിഗ്നിറ്റി നോക്കാറില്ല. He don't look at the dignity that he has. Praise God. ദൈവത്തിന് സ്തോത്രം. കൊലോസ്യ ലേഖനത്തിലെ പൗലോസ് എന്താ പറയുന്നറിയാമോ? You know what Paul says in Colossians 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു. കണ്ടോ, അവിടെ പറയുന്നത്, you will walk in a manner worthy of the Lord. ഇതൊരു അർത്ഥം അറിയാമോ? Praise God. നിങ്ങൾ യോഗ്യമായി വണ്ണം നടക്കണം. Here it talks about you have to walk worthy. സ്തോത്രം. ഇഷ്ടമുള്ളതുപോലെ നടക്കരുതെന്ന്. It also means that you should not be walking based on your own fleshly desires. സ്തോത്രം. അവർക്കാകാമെങ്കിൽ പിന്നെ എനിക്കായിക്കൂടെ? We have this mindset, if somebody else does it, why can't I do it? നമ്മളൊക്കെ ചിന്തിച്ചാ മതി, ഈ കേൾക്കുന്നവർ ചിന്തിച്ചാ മതി, നമ്മൾ എന്തൊക്കെ ജഡ്ജ്മെന്റുകളാ ഉണ്ടാക്കാറുള്ളതെന്ന്. We can examine ourselves how much judgment we pass on upon other people. Praise God.
നീ കർത്താവിന് ഇഷ്ടമുള്ള പോലെ ജീവിക്കാവൂ. അത് നിന്റെ ഫലത്തിൽ ഒന്നാ. And you can only be living according to the will of God, and that is a fruit. നിനക്കൊരു ആത്മീയ ജ്ഞാനം വേണം, അതൊരു ഫലമാ. And you should have a spiritual wisdom, that is a fruit in your life. നിനക്കൊരു വിവേകം വേണം, അതൊരു ഫലമാ. You should have understanding, that is a fruit in your life. സ്തോത്രം. അങ്ങനെ നിന്റെ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും ഒരു ഫലമുണ്ടെങ്കിൽ അത് മാനസാന്തരത്തിന്റെ ഫലമാ. And if you are producing fruit in your life, it all comes back to having a true repentance in your life. Praise God. സഹിഷ്ണുത, ദീർഘക്ഷമ, പൂർണ്ണശക്തിയിൽ ബലപ്പെടുന്ന, ഇതൊക്കെ ഫലങ്ങളാകട്ടോ. These are the fruits that is mentioned in Galatians. 12ാം വാക്യം എന്താ പറയുന്നറിയാമോ? എന്താ? What is the meaning of that? What is the meaning of verse 12? Giving thanks to the Father who has enabled qualified to share in the inheritance of the light. Saints in light. Praise God. പൂർവപിതാക്കന്മാർക്ക് നിങ്ങൾ എന്തോ ആയിരിക്കണം? വിശുദ്ധന്മാരുടെ വെളിച്ചത്തിനായുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കിയിരിക്കുന്നു. God has qualified us. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്. What does it mean by that? നമ്മളൊക്കെ ജനിക്കുന്നതിന്റെ മുൻപ് തന്നെ വിശുദ്ധ ജീവിതം നയിച്ച് നമ്മെ ഗുണദോഷിച്ചിരിക്കുന്ന, നമുക്ക് മുൻപേ യാത്ര ചെയ്ത ധാരാളം ഭക്തന്മാരും ദൈവം തെരഞ്ഞെടുക്കപ്പെട്ടവരും എഴുതി വെച്ചതും പറഞ്ഞു തന്നതുമായ വിഷയങ്ങൾക്ക് അപ്പുറം നീ ചെയ്യരുത്. അവർ കാണിച്ചു തന്ന വെളിച്ചത്തിൽ വേണം നീ യാത്ര ചെയ്യുവാൻ. It simply means that you and I need to walk according to the light that has been shown to us by the saints before even we were born in this world. Praise God. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ വളരെ ഭാരമുള്ളതാ. And today's generation has been a big burden for us. പണ്ട് പിതാക്കന്മാര് ആഹാരം കഴിക്കാനില്ലാതെയും കഴിക്കാൻ ഉണ്ടായിട്ട് ആഹാരം കഴിക്കാതെയും ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദേശങ്ങൾ തോറും അവകാശം പറഞ്ഞ് മാനസാന്തരത്തെക്കുറിച്ച് അവർ പ്രാർത്ഥിച്ച ഒരു കാലമുണ്ടായിരുന്നു. There was a time when the forefathers, the saints, the old generation been praying and fasting for the people's deliverance. എന്നാൽ ജനറേഷൻ മാറി. But the generations have changed. അതുകൊണ്ട് പൂർവ്വപിതാക്കന്മാർ കാണിച്ചു തന്ന വെളിച്ചത്തിൽ നടക്കുവാൻ നമുക്ക് പറ്റില്ല. And we are not able to walk in the light that has been shown to us by the old saints. ദൈവവചനം പറയുന്നു, നിന്നിൽ മാനസാന്തരത്തിന്റെ ഫലം ഉണ്ടാകാഞ്ഞിട്ടാ അത് സംഭവിക്കാതെ. And the word of God says that because you are not producing fruit that is true to the repentance, that is why you are not able to walk in that light. We are finding solution in our own mind, in our own idea, in our own interest, in our own comfort. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നാം തന്നെ ഓരോന്നങ്ങ് പ്ലാൻ ചെയ്തെടുക്കുക. And we are planning based on our own understanding, our own wisdom. വ്യാഖ്യാനം നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ കൊടുക്കുക. And we are interpreting the way that we like to hear it. And we are trying to bring the people according to my plan. Hallelujah. അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറഞ്ഞ് അവരവരുടെ സൈഡിലേക്ക് ആക്കുക. And today's generations have become a point where they wanted to interpret the word in their own mindset. അങ്ങനെയുള്ളവർ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ചിന്തിച്ചോണം, നിന്നിൽ മാനസാന്തരത്തിന്റെ ഫലമൊന്നുമില്ല എന്ന് ഓർത്തോണം. Today morning, to those who people interpret in their own desires, need to understand they are not bearing fruits. 13ാമത്തെ വാക്യം എന്താ പറയുന്നറിയാമോ? Verse 13 it says, നീ സ്തോത്രം ചെയ്യുന്നവനായിരിക്കണം. You should be giving thanks in your life. സ്തോത്രം ദൈവസന്നിധിയിൽ കൊടുക്കാതിരിക്കുന്ന ദൈവവൈതലേ, എന്നെ കേൾക്കുന്നവരോട് ഞാൻ ഇത് പകൽക്കാലം പറയട്ടെ, നിന്നിൽ മാനസാന്തരത്തിന്റെ ഫലം പുറത്തു വരാത്തതാണ് നീ സ്തോത്രം പലപ്പോഴും പറയാതെ മൗനമായിരിക്കുന്നത്. Children of God, to those who are listening to me, if you are not able to give thanks to Lord, it means that you are not producing fruit in your life. 4 പേർക്ക് 5 സ്തോത്രം പറയാം, 10 സ്തോത്രം പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി 3 സ്തോത്രം പറയാം. എന്താ ഇതിന്റെ കാരണം എന്നറിയാമോ? And we can actually ask them to give thanks to the Lord. Keep on asking them to do you know why we had to do it? Praise God.
നിനക്ക് സ്വന്തമായി ഫലം കായ്ക്കാൻ പറ്റാത്തത്. It is because you are not able to produce fruit on your own. അതിനാ ചില മിറക്കിൾ ഗ്രോ ഒക്കെ ഇങ്ങിട്ട് തരുന്ന ചില പാസ്റ്റർമാര്. And that is why we've been urged by the pastors or the people on the pulpit. ഈ മിറക്കിൾ ഗ്രോ കൊണ്ടൊന്നും ഈ സ്വർഗ്ഗത്തിൽ പാന്ന് വിചാരിക്കണ്ട കേട്ടോ. Don't expect that with all these encouragements from the pulpit you can actually go to heaven. മാനസാന്തര ഫലം ഈ മിറക്കിൾ ഗ്രോ കൊണ്ട് വരത്തില്ല. Your true repentance or the fruit of the repentance will not come based on somebody else pushing you to do it. നാളെ സ്തോത്രം പറയാൻ നിന്നോട് പാസ്റ്റർ ഉണ്ടാവില്ല, മറ്റാരും ഉണ്ടാവില്ല. നീ ആയിരിക്കുന്ന ഏക വഴിയിൽ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് സ്തോത്രം പറയണമെങ്കിൽ നീ ഫലം കായ്ച്ചുകൊണ്ടിരിക്കണം. Tomorrow you may not be having people to encourage you over and over, but if you need to give thanks, you have to produce fruit. Praise God. അപ്പോൾ എന്തോ മനസ്സിലായി? ആത്മാവിന്റെ മാനസാന്തരത്തിന്റെ ഫലം എന്താ മനസ്സിലായത്? What do you understand from the fruit of the repentance? മാനസാന്തരപ്പെട്ടവൻ ദൈവസന്നിധിയിൽ എപ്പോഴും ഏത് മെസ്സേജിനും ഏത് പാട്ടിനും ഏത് പ്രാർത്ഥനയ്ക്കും ഏത് പ്രശ്നത്തിനും കല്ല് തട്ടിയാലും കലയെ തട്ടിയാലും വണ്ടി ഇടിച്ചാലും എല്ലാത്തിനും അവൻ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. And to those people who have a true repentance and the fruit of the repentance, those will give thanks to Lord regardless of the circumstances that they are going through. നമുക്ക് ചോദിക്കാം, താൻ എന്തിനാണോ എല്ലാത്തിനും ഈ സ്തോത്രം പറയുന്നത്? We can ask that person, why do you want to give thanks for everything in your life? നിന്റെ വായടച്ച് കുറച്ച് സമയം ഇരുന്നുകൂടെ? Can you not close your mouth and sit silent? അവനൊന്നും പറയാനുണ്ട്. But one thing he has to say. എന്റെ രക്ഷിതാവായ യേശുവിനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടു. And I have seen the saving grace and I have seen the Savior in my life. I changed my life. Hallelujah. So this is the fruit I automatically produced. Hallelujah. ഈ ഫലം ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ബ്രദറെ, ഇതറിയാതെ എനിക്ക് സ്തോത്രം വരികയാ. എന്താണെന്നറിയാമോ? നിന്നിൽ ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരു ഫലമാ. നീ ആവശ്യപ്പെടാതെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ അതൊരു ഫലമാ. And children of God, these praises will come out of your mouth if you have received true repentance. Praise God. എത്ര പേര് ഒരു വചനം കേൾക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അറിയാൻ വയ്യാത്ത പാട്ട് പാടുമ്പോഴും എവിടെങ്കിലും കാല് വെച്ച് അങ്ങോട്ട് കയറി അറിയാമെന്ന സ്ഥലമോ അറിയാൻ വയ്യാത്ത സ്ഥലമോ ഒക്കെ ആയിക്കോട്ടെ, ദൈവമക്കൾ എത്ര പേര് സ്തോത്രം പറയാറുണ്ട്? How many of us give thanks to the Lord regardless of what you're doing, regardless of what you're hearing, or regardless of how you are getting into a situation? Do you give thanks to the Lord? Praise God. എന്തുകൊണ്ടോ very unfortunately our culture or our nature is not allow us to head down. Hallelujah. നമ്മുടെ തല കഴിക്കുവാൻ, തല താഴ്ത്തുവാൻ നമുക്ക് പറ്റുന്നില്ല. For some whatever reason we are not able to keep our head down when we are in the presence of the Lord. താൻ എന്നെ അങ്ങനെ പറഞ്ഞൊന്നും സ്തോത്രം പറയിപ്പിക്കാന്ന് വിചാരിക്കണ്ട. എനിക്ക് ഇട്ടുകൊണ്ട് ഞാൻ പറയും. And don't think that you can force me to give thanks to the Lord. നല്ല ഫലമല്ലേ പുറത്തോട്ട് വരുന്നേ? And don't you think that is the wrong fruit that is coming out of us? ഇയാൾ പ്രസംഗിക്കുന്നത് ഞാൻ എല്ലാവരും സ്തോത്രം പറയണം ആവശ്യമുണ്ടോ? And why should I give thanks? When you preach, you might be thinking. അയാൾ പ്രാർത്ഥിച്ചാൽ എനിക്കിപ്പോൾ എപ്പോഴും ഞാൻ സ്തോത്രം പറയേണ്ട ആവശ്യമുണ്ടോ? And you might be thinking, why should I give thanks to the Lord when somebody else is praying? ഞാനത് കേട്ടോണ്ടിരിക്കുമല്ലേ? And I'm listening to that prayer. നിന്നെ ലിസൺ ചെയ്യാനല്ല പ്രാർത്ഥനയ്ക്ക് വിളിച്ചിരിക്കുന്നത്. And you have not been called to listen to the prayers. നിന്നെ സ്തോത്രം ചെയ്യാനാ വിളിച്ചേക്കുന്നേ. You've been called to give thanks to the Lord. നിന്നെ ആമേൻ പറയാനാ വിളിച്ചേക്കുന്നേ. You've been called to give amen to God. നീ തുള്ളിയും ചാടി ദൈവത്തെ ആരാധിക്കാനാ വിളിച്ചേക്കുന്നേ. God has chosen you for you to jump and dance. ഈ ഫലമില്ലാത്തത് എന്തിനാ പിന്നെ വരുന്നേ? Why are you coming into the presence of the Lord if you are not able to produce fruit? Go and enjoy your life. Hallelujah. Go and enjoy your life. ഈ വചനം കേൾക്കുന്ന എല്ലാവരോടും പറയുന്നത്, I wanted to tell you, all those who are listening to me today, നിങ്ങൾ സന്തോഷിക്കൂ. go ahead and enjoy your life. ആനന്ദിക്കൂ. Go ahead and have happiness in your നിങ്ങളുടെ life. ആയുസ്സ് കുറച്ചേ ഉള്ളൂ ഇനിയും ഭൂമിയിൽ. There's only few more days, a few more years left for you. ഏതെങ്കിലും ഒരു സന്തോഷം
സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കൂ. Just go and enjoy your life. അതല്ല, If that is not the case, നീ ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനെങ്കിൽ if you have been chosen and separated for Christ, നീയും നിന്റെ ശരീരവും ദൈവത്തിന് വേണ്ടി കൊടുക്കാം. you and your body need to be presented before the അത് Lord. ഫലം കായ്ച്ചുകൊണ്ടിരിക്കട്ടെ. And it has to produce fruit. Take either two options. Go and enjoy your life or dedicate for the Lord. Hallelujah. ഇത് രണ്ടും ചെയ്യുന്നവനുണ്ട്. There are people who are always on the same two കർത്താവ് boats. പറയുന്നു, I will spit you out from my mouth. Hallelujah. എന്നെ നിന്റെ വായിൽ ഞാൻ തുപ്പിക്കളയും. And the word of God says that God, the Lord, will spit you out of his mouth. Praise God. നമുക്കൊരു ഭയങ്കര മാനസാന്തരം വേണം ദൈവമക്കളെ. Children of God, we all need a true repentance. രണ്ടാമത്തെ ഫലത്തിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. I wanted to come back to the second fruit. ആത്മാവിന്റെ ഫലം. We know the fruit of the Spirit. ക്രിസ്തീയ ജീവിതത്തിൽ വരുന്ന അന്ന് മുതൽ നാം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നവ. We've been hearing and listening and being taught about this from the beginning of our lives. ഈ മാനസാന്തരത്തിന്റെ ഫലം കഴിഞ്ഞ ഉടനെ അടുത്ത സീസൺ എന്തോന്നറിയാമോ? ആത്മാവ് വരുന്ന മാനസാന്തരപ്പെട്ടവനിൽ വരേണ്ട ഒന്നാണ് ആത്മാവ്. After you have been repentant, the other fruit that has to come into a believer's life is the fruit of the Spirit. Praise God. അവിടെ എഴുതിയിരിക്കുന്നത് അറിയാമോ? There it says, അവിടെ പറയുന്നു സ്നേഹം, സന്തോഷം, സമാധാനം. സന്തോഷമുണ്ടോ? do you have happiness in your life? എല്ലാ കാര്യങ്ങളും ഭംഗിയായി പോവാമെങ്കിൽ നമുക്ക് സന്തോഷമുണ്ടോ? We are always having a happiness in our life if everything goes smooth for us. ഏതെങ്കിലും ഒരു കാര്യം തെറ്റിയാൽ, If something go wrong in our life, ഒരുത്തന്റെ വർത്തമാനം നമുക്ക് ഇഷ്ടപ്പെടാതെ വന്നാൽ, even if a single person's talk become a sour taste in us, ഒരുത്തൻ പറഞ്ഞതുപോലെ വാലിച്ചില്ലെങ്കിൽ, if somebody else did not do the exact thing that you asked him to do, ഈ പറയുന്നതിനെല്ലാം കുറവ് വരികയാണ്. and all these fruit will come crashing down. എന്താണെന്നറിയാമോ? Do you know why this happens in our life? അങ്ങനെയുള്ള നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവ് വാസ്തവമായി ഫലം കൊടുക്കാതെ വണ്ണം ഇല്ല. And it simply means that the spirit that needs to be in us, that bear fruit, is not in us. പിന്നെ പറയുന്നു ദീർഘക്ഷമ. Then again it talks about patience. പിന്നെ പറയുന്നു ദയ. It talks about kindness. ദീർഘക്ഷമ എന്താ ഇല്ലാത്തതെന്നറിയാമോ? Do you know why we don't have patience? നമ്മളെന്താ ആരെങ്കിലും പറഞ്ഞ ഉടനെ പിന്നെ നമ്മൾ ഇനി അങ്ങോട്ടില്ല. And if somebody were to tell us and exhort us, we won't want to go back again. Praise God. ആ പുള്ളി എനിക്കറിയാമെന്ന് പണ്ടേ. And we often say, I know that person, I don't want to go back. അയാൾ അങ്ങോട്ടുണ്ടേ പിന്നെ നമ്മൾ അങ്ങോട്ടില്ല. And if that guy is there in the church, I'm not going to that church. പുള്ളി നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ടോ? Do you think is that person coming to your house? ഞാൻ വേറെ ദിവസം വരാം. And if that's the case, I will come another day. ആ പുള്ളി നിങ്ങളുടെ സഭയിലല്ലേ? And if that guy is in your church, I don't want to come to that. ഞാൻ വിളിക്കാം ഒരു ദിവസം അങ്ങോട്ട്. And I will call when I wanted to come. എന്താണെന്നറിയാമോ? Do you know why this all happens? ആ പണ്ടത്തെ ആ കാര്യങ്ങളെല്ലാം മനസ്സിലിരിക്കുക. We are remembering all those bad things happened with us, with this person that we are having issues. നിനക്ക് ക്ഷമിക്കാനും സഹിക്കാനും സ്നേഹിക്കാനുമുള്ള ഫലം കായ്ക്കാത്തതറിയാമോ? നിന്നിൽ യാതൊരു ആത്മാവും. If you are not able to produce the fruit that is patience or peace or kindness, it simply means that you don't have the Spirit in you. ഒരുപക്ഷേ ഇത് നേരത്തെ കിട്ടിയിട്ടുണ്ടാവും ആത്മാവ്. You might have received the Spirit in you back in the days. ആഴ്ചകളിലും മാസത്തിലൊക്കെ ഇങ്ങനെ എരിയുന്നവനെ പോലെ നടക്കുന്നേ. And on those days you were on fire for the Lord. പിന്നെ ആവശ്യമില്ലാത്ത തെറ്റുകളൊക്കെ ചെയ്തു പോയി. And after the time passed on, you started to sin in your life. പിന്നെ കിട്ടുന്ന തിരുമേശയെല്ലാം പോയി എല്ലായിടത്തുനിന്നും കഴിക്കും. And you started to taken part in the Lord's table. അങ്ങനെ ഇവനുള്ള ആത്മാവ് പറന്നുപോയി നടക്കുക. And afterwards the Spirit has left you. അതുകൊണ്ട് ആത്മാവിന്റെ ഫലം പിന്നൊന്നും പ്രൊഡ്യൂസിംഗ് ഇല്ല. And afterwards you cannot produce the fruit of the Spirit. ഫലം കായ്ക്കാത്ത ഒരു മരം പോലെ പിന്നെ ആയുസ് മുഴുവൻ അങ്ങ് തീർക്കുന്നേ ഉള്ളൂ. And it has become a point where you have become a tree and not producing any kind of fruit. അത് പള്ളിയിലോ അമ്പലത്തിലോ പെന്തക്കോസ്ത് സഭയിലോ ഹല്ലേലൂയ ചാരായ ഷാപ്പിലോ ഒക്കെ ഇങ്ങനെ അങ്ങ് സ്പെൻഡ് ചെയ്ത് കളയുക. And you are spending time going to church or going to any bars or anything that you want, and you just spending the rest of your days. Praise God. ആത്മാവിന്റെ ഫലമുണ്ടെങ്കിൽ
ആത്മാവുള്ളിടത്ത് വരാൻ ദാഹിച്ചുകൊണ്ടിരിക്കും. And if you have the fruit of the Spirit, you will always have the desire and the thirst to come to a place where where the Spirit, God's presence resides. അടുത്തത് പറയുന്നു പരോപകാരം. And the other words it says having kindness or having goodness, വിശ്വസ്തത, faith, സൗമ്യത. gentleness. Praise God. സൗമ്യത. സ്തോത്രം. ചിന്തിച്ചാൽ മതി. സൗമ്യത അല്ലേ? ഇങ്ങോട്ട് വരാൻ പറഞ്ഞ അങ്ങോട്ട് പോകുന്ന മനോഭാവമുള്ള ക്രിസ്ത്യാനികളല്ലേ? മാനസാന്തരപ്പെട്ടവരല്ലേ പലരും? Most often we don't even have the gentleness in our life to respond to another person's calling. നമുക്ക് വാസ്തവത്തിൽ എന്തുമാത്രം അനുസരണമുണ്ട്? How many of us have the gentleness in our lives? Praise God. നമ്മൾ അനുസരിക്കണമെങ്കിൽ ആളിൻ്റെ മുഖഭാവം നോക്കും, ആളിൻ്റെ സ്വഭാവം നോക്കും. If we wanted to obey somebody, we will always look at that person's character in his life. ഒത്തിരി ചോദ്യങ്ങൾ നമ്മോട് തന്നെ ചോദിച്ചിട്ട് നമ്മൾ ഒരാളെ അനുസരിക്കത്തുള്ളൂ. And we will ask so many questions to ourselves before we wanted to obey another person. ഇതിന്റെ കാര്യം എന്താ അറിയാമോ? Do you know why this happens? ആത്മാവില്ലാത്തത് കൊണ്ടാണ്. It is because you don't have this fruit in you, the Spirit in you. ഇത് പറയുമ്പോൾ നിങ്ങളിൽ പലരും ചിലപ്പോൾ ചിന്തിച്ചേക്കാം, You might be thinking when I am speaking to you right now. യേശു എന്റെ കർത്താവെന്ന് എനിക്ക് ആത്മാവില്ലാത്തതുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ചതെന്ന്. You might be saying, how can I believe God? How can I believe Jesus if the Spirit is not in us? പ്രിയ സഹോദര സഹോദരി, യേശു നിന്റെ കർത്താവാണെന്ന് അറിയാൻ മാത്രം ഒരു ആത്മാവെ നിനക്ക് ആ സമയത്ത് 0.1 അല്ലെങ്കിൽ 1.5 ഒരു കൊച്ചു ബാറ്ററി ഓർത്താ മതി, അത്രയും ചാർജ് നിനക്ക് Children കിട്ടിയിട്ടുണ്ട്. of God, I want to tell you the point where you receive repentance or you receive the saving grace is a small portion of the Holy Spirit. അടുത്തതാണ് ഇന്ദ്രിയ ജയം, സെൽഫ് കൺട്രോൾ. And next fruit is the self-control. എല്ലാ ദൈവമക്കൾക്കും നല്ല സെൽഫ് കൺട്രോളോട് ഞാൻ സ്തോത്രം ചെയ്യും. I give thanks for all those who have self-control in your life. ചിലരെ കോളേജിൽ പോയി നോക്കണം സെൽഫ് കൺട്രോൾ കാണണമെങ്കിൽ. And some people need to be observed in their colleges. ചിലർ ഓടിക്കുന്ന കാറൊക്കെ ഒന്ന് പരിശോധിക്കണം സെൽഫ് കൺട്രോൾ കാണണമെങ്കിൽ. And some people need to be observed when they were driving their cars. ചിലരുടെ സ്കൂളിൽ പോയി നോക്കണം സെൽഫ് കൺട്രോൾ കാണണമെങ്കിൽ. Some people need to be observed when they go to schools. ചിലരുടെ പില്ലോ ഒന്ന് പൊക്കി നോക്കണം സെൽഫ് കൺട്രോൾ കാണണമെങ്കിൽ. Some people's pillows need to be observed to see if they have self-control. ചിലർ ജോലി ചെയ്തെടുത്ത് പോയി നോക്കണം സെൽഫ് കൺട്രോൾ കാണണമെങ്കിൽ. Some people need to be observed at their workplaces. ചിലരുടെ ബെഡ്റൂമിൽ ഒന്ന് കയറി നോക്കണം സെൽഫ് കൺട്രോൾ കാണണമെങ്കിൽ. Some people need to be observed in their bedroom to see if they have self-control. ചിലരുടെ കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുമ്പോൾ കേൾക്കണം അവന്റെ സെൽഫ് കൺട്രോൾ. And some people need to be observed when they were talking to their friends. എന്താണെന്നറിയാമോ? Do you know why this happens? വാസ്തവമായി യാതൊരു ആത്മാവും നിന്നിലില്ല It എന്നുള്ളതാണ്. simply means that you don't have the true Spirit in you. Praise God. യാതൊരു ആത്മാവിന്റെ ഫലങ്ങളുമില്ല. You don't have any true fruit that is coming out of your life. നമുക്കൊരു ഒത്തിരി മിസ്ഗൈഡിങ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വൺസ് പെന്തക്കോസ്ത് സഭയിൽ പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാം ഓക്കെയാ, സ്തോത്രം പറഞ്ഞാൽ, പാട്ടുപാടിയാൽ, കൈയടിച്ചാൽ, മ്യൂസിക് വായിച്ചാൽ, അവിടെ പോയാൽ ഇവിടെ പോയാൽ ഐ ആം ഓക്കെ. യു ആർ നോട്ട് ഓക്കെ. സംബഡി മിസ്ലീഡ് യു. And most of time we've been taught that once you go to church, you become a true Christian and you become a true believer. Praise God. പ്രിയരേ, ആത്മാവിന്റെ ഫലമുള്ളവരായി തീരുവാൻ സഹായിക്കണം. Children of God, may God enable you to produce fruit of the Spirit. Praise God. Hallelujah. Hallelujah. 24ാമത്തെ വാക്യം പറയുന്നത് എന്താണെന്നറിയാമോ? Verse 24 it says, ഏതാ? ഗലാത്യർ 5:24. Now those who belong to Christ Jesus have crucified the flesh with its passions and desires. മക്കളെ, സഹോദരി സഹോദരന്മാരെ, എന്നെ കേൾക്കുന്നവരെ, ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഇവിടെ ഒന്ന് എഴുതി വെക്കണം കേട്ടോ. Children of God, these words have to be written in your heart. എന്തുവാണെന്നറിയാമോ? Do you know what it says there? Crucify the flesh with its passion and desires. ഞങ്ങൾക്ക് ഭയങ്കര പ്രയർ പ്രഷർ ഉണ്ട്. എന്തോ അങ്ങനല്ലേ?
Peer And we pressure. often say we have peer pressure for us to do sin in our life. നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. You don't understand what I'm talking to you. മക്കളെ എന്താ കാര്യം എന്നറിയാമോ? Children, do you know why this happens? നിന്നിൽ ആത്മാവില്ലാത്തതുകൊണ്ടാണ് ഈ പ്രഷർ ഇങ്ങനെ വരുന്നത്. It is because you don't have the Spirit in you. സാധാരണ പ്രഷറിന് മരുന്നുണ്ട്. We have medicines for our blood pressure. എന്നാൽ ഇതിന് യാതൊരു മരുന്നുമില്ല. There is no medicine for these kinds of problems. ഇത് കൺട്രോൾ ചെയ്യണമെങ്കിൽ സർവശക്തനായ ദൈവം ആത്മാവിനെ തരുന്നത് നീ പ്രാപിക്കണം. If you wanted to control and crucify the flesh, you need the Holy Spirit in you. ആത്മാവിന്റെ ഫലം നിന്നിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സെൽഫ് കൺട്രോൾ നിനക്കുണ്ടാകത്തുള്ളൂ. You can only produce these fruits if you have the Spirit residing in you. Passion and desire of the world. Praise God. നമ്മൾ ചിന്തിക്കാറുണ്ടോ എല്ലാവരുടെ ഒരു വർത്തമാനമാണ് ഇപ്പം അതിട്ടാൽ അങ്ങനെ പ്രയാസമുണ്ടോ, അതിനിപ്പോൾ എന്താ പാപമാണോ? And sometimes we hear talking about discussions about what is going to happen if I were to wear this. അത് ഇച്ചിരി കുടിച്ചാൽ എങ്ങാണ്ട് പാപമാണോ? If I were to drink a little bit of alcohol, is that becomes a sin? ഇത് ചുമ്മാ ഇച്ചിരി രണ്ട് പുക വിട്ടാ പാപമാണോ? Is it a sin if I were to smoke a little bit of puff? ഒരു ഹാഫ് ഷട്ടി മാത്രം ഇട്ടോണ്ട് യോഗത്തിന് വന്നാൽ പാപമാണോ? If I were to wear shorts to the church, is that a എന്തിനാ sin? ഇതിലൊക്കെ നിങ്ങൾ നോക്കാൻ പോന്നേ? Why are you looking at all these things? നിങ്ങൾക്ക് ദൈവത്തെ അങ്ങ് ആരാധിച്ചാ പോരായോ? Why don't you worship your God on your own? ഒരു പരിധി വരെ അത് ശരിയാ, ഞാൻ And സമ്മതിക്കാം. to an extent, it is true. പക്ഷെ എല്ലാരും ദൂതന്മാരല്ലെന്ന് ഓർത്തോണം. And remember, not everyone's our saint. ദൈവസഭയിലും നിന്റെ വീട്ടിലും നിന്റെ കുടുംബത്തിലും സാഹചര്യത്തിലും അയൽവാസികളിലും ഒക്കെ ഫ്ലഷ് ഉള്ള കണ്ണുകളുണ്ടോ? And the children of God, there are people surrounded by us who are living in the flesh that have desires. എന്ന് പറഞ്ഞാൽ ഫ്ലഷ് എന്ന് പറഞ്ഞാൽ ജഡ മനുഷ്യനുണ്ടോ? It simply means that those who are natural born, they have desires. അതുകൊണ്ടാണ് നമ്മൾ പലതും എക്സ്പോസ് ചെയ്യാതെ കുറച്ചൊക്കെ ഒന്ന് ഒതുക്കി That is why ആരും ഒറ്റ നോട്ടത്തിന് കണ്ടുപിടിക്കാത്ത പോലെ നടക്കണമെന്ന് പറയുന്ന That is കാര്യം why അതുകൊണ്ടാ. we walk and we dress appropriately. Praise God. ആത്മാവിന്റെ ഫലം വല്ലതും ഉണ്ടോ? Do you have the fruit of the Spirit in you? Jesus name. Crucified. Are we crucified? Our passion and our desire. If not, you have no fruit of the Spirit in you. Hallelujah. Praise God. Praise God. ഇതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത്, വചനം പറയാറുള്ളത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ. And that is why the word of God says that if you have become a true believer, you are a new creation. അന്ന് നിനക്ക് ചങ്ങലയുണ്ട്, And back in the days, you might have bondages in അന്ന് your life. നിനക്കൊരു ഒത്തിരി കമ്മലുണ്ട്, You might have many earrings and nose rings. നീ ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തും എല്ലാം വന്ന് നീ കീർത്തി ഉണ്ടാക്കി ഓരോന്നൊക്കെ ഇട്ടു. You might be doing many other ear piercing, all kinds of piercing in your life. നിനക്ക് ചെയ്യാവുന്നതും ചെയ്യേണ്ടാത്തതൊക്കെ നീ ചെയ്തു. You might be doing things that you should be doing and things you should not be പക്ഷേ doing. once you born again, Hallelujah. നീ മാനസാന്തരപ്പെട്ടവനാണെങ്കിൽ, If you have been truly repentant, ആത്മാവിന്റെ ഫലം നിന്നിലുണ്ടെങ്കിൽ, if you have the fruit of the Spirit, ഈ പാഷനും ഈ ഡിസയറും get out. You will crucified എന്നാ വേദോസ്തം പറയുന്നത്. the word of God teaches that we have to crucify our fleshly desires and the passions. ആരാധനയിൽ ദൈവമക്കൾ പലതും ക്രൂസിഫൈഡ് ചെയ്യണം കേട്ടോ. Children of God, in the worship of the Lord, we have to crucify certain things. നിന്റെ വാക്കുകളിൽ ഒത്തിരി നീ ക്രൂസിഫൈഡ് ചെയ്യണം. In your talking, you have to crucify some words. നമ്മൾ തന്നെ ശോധന ചെയ്താൽ മതി. Let us examine ourselves how much we are crucifying us. ഒരു സംഭവം നിനക്കില്ലാതെ ജീവിക്കാൻ പറ്റില്ല എങ്കിൽ, If you're thinking you cannot live without this one thing. my personal opinion, please use it. Hallelujah. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നീ അത് ഉപയോഗിക്കണം. In my own personal advice, you can actually use that. അതല്ല, without that material, whatever it may, drink, food, ornament, dress, whatever,
എന്തോ ആയിക്കോട്ടെ, whatever it may be. I'm not focusing one thing. Praise God. ആഭരണം ഒരു പാപമാണെന്ന് ഞാൻ പറയില്ലേ. I am not saying ornaments are a sin. അത് അവരവർ തന്നെ ചിന്തിച്ചാൽ മതി. Though you can examine yourself. വസ്ത്രം എത്രമാത്രം വേണമെന്ന് ഞാൻ പറയില്ലേ. I won't tell you how much should be the measure of the clothes you wear. നീ എന്തൊക്കെ എക്സ്പോസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ലേ. I am not going to tell you how much expose you can have in your bodies. കാരണം നിന്നിൽ ആത്മാവ് വരുമ്പോൾ അത് നിന്നോട് പറയും ഇതിന്റെ അത്യാവശ്യമില്ലെന്ന്. And the Holy Spirit that comes inside of you will counsel you what you should be doing and you should not be doing. Praise God. Praise God. Hallelujah. ദൈവത്തിന് സ്തോത്രം. അത് ദൈവവും നീയുമായിട്ട് തീരുമാനിക്കേണ്ടതാ. These are the things that you have to come to an agreement with God and yourself. അച്ഛനെയോ കപ്പിയാരെയോ പാസ്റ്ററെയോ മറ്റു സഹോദരനെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യരുത്. Do not do anything to please your father or your mother or your pastor or any priest for that matter. നഗ്നവും മലർന്നുമായ ഒരു കണ്ണ് നിന്റെ മേലുണ്ടോ? There is an eye that can see you fully naked that is in the heavens. നീ കാത് കിഴിക്കണമെങ്കിൽ കിഴിച്ചോ. You can pierce your eyes if you want to. നീ എന്തൊക്കെ വേണേലും ചെയ്തോ. You can do whatever you want നീ to do. ഏത് ആഭരണം വേണേലും ഇട്ടോ. You can wear any kinds of ornaments. പക്ഷേ ഈ ദൈവത്തിന്റെ വചനം പറയുന്നു, But the word of God teaches that. Are you crucified the desire of the world? Are you crucified the passion of the world? Hallelujah. Praise God. Hallelujah. ചില സഭകളില് In some churches, ഓർണമെന്റ് ഇട്ടവർക്ക് തിരുവത്താഴം വിലക്കിയിരിക്കുക. some the churches they prevent people who wear ornaments the Holy Communion. Let me tell you one thing. Hallelujah. ഞാൻ ഒരു കാര്യം പറയട്ടെ. I wanted to tell you something. അത് ദൈവിക തീരുമാനമല്ല. It is not God's teaching for you. വചനത്തിൽ ഒരു തെളിവുമില്ല. There is no proof for it in the Bible. പക്ഷേ But one thing I wanted to tell you. തരാതിരുന്നവനെ കുറ്റം പറയുന്നതിനേക്കാട്ടിലും നല്ലത് Don't mock at the people who don't give you Holy Communion for you to wear. only one question. Are you crucified the passion of the world? Are you crucified the desire of the world? ഇത്രയും മാത്രം മതി. പിന്നെ അതോടെ നീ രക്ഷപ്പെട്ടു. And you only need to be worried, are you or your passions and your desires have been crucified with the Lord? സ്നാനപ്പെട്ട് നല്ല സാക്ഷ്യമുള്ള ഒരു വ്യക്തിക്ക് നമ്മുടെ ഈ സഭയിൽ തിരുമേശയുണ്ടോ? And we offer Holy Communion to people who have a true testimony. നീ എന്ത് വസ്ത്രമിട്ടോ എന്ത് ആഭരണം ഇട്ടോ എന്റെ പ്രശ്നമല്ല. കാരണം വേദപുസ്തകത്തിൽ അതല്ല പ്രശ്നം. അത് നീയും ആത്മാവും തമ്മിലുള്ള നിരപ്പിൽ I വരേണ്ടതാണ്. don't worry about if you wear small clothes or a big clothes or if you're wearing ornaments. That has nothing to do with the Bible. പക്ഷേ നിന്നിൽ സ്വയമേ ഒരു ക്രൂസിഫിക്കേഷൻ നടന്നില്ല എങ്കിൽ, If you are not examining yourself and you are not crucifying your desires, you are away from the Lord day by day because unworthy manner എന്ന് പറയും. Praise God. അതല്ല ഒരു ആഭരണം വേണ്ട പ്രത്യേക ഒരു സാഹചര്യമാണെങ്കിൽ എൻ്റെ പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ ഡു ഇറ്റ്. കാരണം നീയും ദൈവവുമായിട്ട് അങ്ങ് തീർത്താൽ മതി. and in my own personal opinion, if you are really wanting to wear ornaments, it is between you and God, and you settle it with God. ആരാധനയ്ക്ക് വരുമ്പോൾ If you come to worship, ഹാഫ് നിക്കർ ഇട്ടുകൊണ്ട് വരാനാണോ if you wanted to wear come to the church and have ദൈവം shorts, നിന്നെ ആഗ്രഹിക്കുന്നെങ്കിൽ, if God desires for you to come in shorts, അത് നീയും ദൈവവുമായിട്ട് കണക്ക് തീർത്താൽ മതി. you can settle that with God. പക്ഷെ ഒരു കാര്യമുണ്ടോ? But one thing I will tell you, ഓ ഹല്ലേലൂയ, മണ്ണെ പ്രതി ഞാൻ ഈ മാണിക്യം means the precious life, precious stone. I don't want to live for this kind of passion and desire. അതാണ് അർത്ഥം. and simply means that for the precious stone, I will not lose it for the mud of this world. ഞാൻ ധാരാളം ഫ്യൂണറൽ സർവീസ് നടത്തിയിട്ടുണ്ട്. And I have conducted many funeral services.
ഉണ്ടായിരുന്ന ആഭരണമൊക്കെ ഇട്ട് ആരെയും കൊടുത്തു കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല. I did not see anyone wearing ornaments and being buried in their tombs. ഒന്ന് രണ്ടെണ്ണം ഞാൻ കണ്ടിട്ടുണ്ട്. I have seen a couple of them. അത് ആർക്കും ഉപയോഗിക്കാൻ കൊള്ളാതെ സൈസ് ആയിട്ട് കൊടുത്തു വിട്ടതാ. And they've been given to those dead people because they cannot be useful. അതും ഗോൾഡ് അല്ല, വരവ് അതിന് പകരം കൊടുത്തതാ. And it is not pure gold, it is gold plated. ദുബൈയിലും മറ്റു സ്ഥലങ്ങളിലും ആഭരണം ഇട്ട് അടക്കിയവരുടെ ശരീരത്തെ ശവത്തെ കുഴിച്ചെടുത്ത് പുറത്തു കൊണ്ടുപോയിട്ട് ആഭരണം എടുത്തിട്ട് പിന്നെ കുഴിച്ചിട്ടിട്ടുണ്ട്. And in Dubai I have seen and I've heard people who are buried with their ornaments have been pulled back and they have taken their ornaments. ഞാൻ പിന്നെയും ഓർപ്പിക്കട്ടെ, I wanted to remind you again, ഞാൻ ഓർണമെന്റിനോ ഒന്നിനും ഞാൻ എതിരല്ല. I am not against any kinds of gold ornaments. But only one question, self question ഉണ്ടായിരിക്കണം. Are I crucified the passion of the world? Am I crucified the passion of the desire? എനിക്ക് ഒത്തിരി ഡിസയർ ഉണ്ടല്ലേ. എവരിബഡി ഹാവ് എ ഡിസയർ. നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളും പ്ലാനുകളൊക്കെ ഉണ്ട്. അവരിടുന്നത് നമുക്ക് ഇടണമെന്നുണ്ട്, അവർ പോകുന്നത് നമുക്ക്, അവർ കഴിക്കുന്ന ആഹാരം നമുക്ക്, അവർ കുടിക്കുന്നത് നമുക്ക്, എല്ലാം നമുക്ക്. And all of us have these worldly desires that we wanted to do the exact same thing as a worldly man does. But let me tell you one thing. Hallelujah. You don't have the fruit of the Spirit in you. Hallelujah. You may say you're a godly, you are having vision, everything, yes. പക്ഷേ ആ ഫ്രൂട്ട് പുറത്തു വരണമെങ്കിൽ everything should be appropriate. If you wanted to produce and bear fruit in your life, everything has to be in the plan of God. Praise God. Praise God. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററേ, Many people have told me, എൻ്റെ ഹസ്ബൻഡ് എന്നോട് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, my husband or my spouse have strictly said നീ this. എന്നാഭരണം ഊരുന്നോ, If you were to take away your ornaments, you are no longer my wife. നീ എൻ്റെ ഭാര്യ ആയിരിക്കില്ല, നീ വേറെ വീട് പോക്കണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ വിട്ടുപോക്കണം. if you are going to take away your ornaments, I'm going to send you out of the house and you are no longer my wife. എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, I can personally say this to you. പ്രിയ സഹോദരി സഹോദര, നിന്റെ ഹൃദയത്തിന്റെ ആ ആഴമായ മുറിവ് കാണുന്ന ഒരു ദൈവം മാത്രമുണ്ടോ. And there is a God that sees the hurt that in your life. അത് മതി. It is all that is needed. അത് മാത്രം മതി. God is able and it is all what God needs. ദൈവത്തിന് മനസ്സിലാകണം, ഇത് നിന്റെ ഒരു ഡിസയർ അല്ല, നീ ഇഷ്ടപ്പെട്ടിട്ടല്ല. And God knows that it is not your desire and that is why you are being forced to do ആ it. പാഷൻ നീ അത് അനുകരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടല്ല. You may not be desiring it for yourself to wear all these things. ഞാൻ പറയുന്നു, ദൈവവും നീയുമായിട്ട് പ്രാർത്ഥിച്ചാൽ ഒരു ദിവസം നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ദൈവം അത് സാധിപ്പിക്കും. And it is, I pray and my opinion is that if you were to pray to God, God will fulfill the desires. Praise you God. Hallelujah. 26ാമത്തെ വാക്യം എന്താണെന്നറിയാൻ പറയുന്നത്, Verse 26 it says, we must not become നിങ്ങൾ വെറുതെ conceited. അഭിമാനിക്കാൻ നിൽക്കരുത്. Do not stand for to be conceited. അന്യോന്യം വഴക്കും പ്രശ്നവും തർക്കവും ഉണ്ടാകുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിന്നിൽ ആത്മാവിന്റെ ഫലമില്ല. If you are envying other and provoking one another, you don't have the Spirit in you. Praise God. മൂന്നാമത്തേതിലേക്ക് നമുക്ക് കടക്കാം. Let us come back to the third fruit. എന്താണെന്നറിയാമോ? വെളിച്ചത്തിന്റെ ഫലം. Number എഫേസ്യ 3. ലേഖനം 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. Ephesians chapter 5 verses 9. ആ ആ ആ ആ അല്ലോ വെളിച്ചത്തിന്റെ ഫലം. The fruit of the light. ആ ആ ആ അപ്പൊ 10-ാം വാക്യം പറയുന്നു, Discerning what is pleasing to the Lord. പ്ലീസിംഗ് ഗോഡ്, ദൈവത്തെ പുകഴ്ത്തുന്നത് ആ Pleasing വെളിച്ചമാ. to- അപ്പൊ എന്തായി? ആ മാനസാന്തരപ്പെട്ടു, You have been repented അതിന്റെ ഫലം ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുക. and all the fruit started to come out of അത് it. കഴിഞ്ഞിട്ട് ആത്മാവ് വന്നു, And then the fruit of the Spirit came. ആ ആത്മാവിന്റെ ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുക. And all those fruits started to come out of our life. പലതും വേണ്ടാന്നും പലതും നമുക്ക് സ്വീകരിക്കേണ്ടാത്ത സ്വീകരിക്കണമെന്നൊക്കെ വരുന്ന ഒരു പ്രത്യേക ഒരു സമയമാണ് നേരം. And it has been a phase where you decided to suffer for Christ. ഒത്തിരി ക്രൂസിഫിക്കേഷൻ നടക്കേണ്ട സമയമായി ആത്മാവിന്റെ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ. And when the fruit comes into your life, there is a process that you have
have to go through. ഇങ്ങനെ ആത്മാവിന്റെ ഫലം ഇപ്പൊ എന്നെ കൊടുത്തോണ്ടിരിക്കുക. And now the second phase was you are producing fruit പക്ഷേ of ഈ the Spirit. ഫലം അത് വെളിച്ചമായി മറ്റുള്ളവർക്ക് കാണുന്നത് വെളിച്ചത്തിന്റെ ഫലം. അപ്പൊ എന്തായി ആ ഫലങ്ങൾ എന്താ പറഞ്ഞറിയാമോ? And when these fruit becomes a light for other people, it becomes a fruit of the നീ light. ദൈവത്തെ പുകഴ്ത്തുന്നവനായിരിക്കണം. And you will become a person who pleases God. നീ ദൈവത്തോട് എല്ലാത്തിനും നന്ദിയുള്ളവനായിരിക്കണം. You will be a person who gives thanks to the Lord for everything. ഇല്ല എങ്കിൽ നിന്നിൽ വെളിച്ചത്തിന്റെ ഫലം ഒന്നും ആയിട്ടില്ല. If not, you don't have the fruit of the light. Praise God. 11ാം വാക്യം എന്താ പറയുന്നറിയാമോ? Verse 11 it says, ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുന്ന ഇരുളിന്റെ അനുഭവത്തിൽ നിന്ന് നിനക്കൊരു വ്യത്യാസം. and do not participate in anything to do with the darkness of this world. എന്താ ഇരുളിന്റെ സാന്നിധ്യം കൂട്ടാളികൾ? What is the meaning of the presence of darkness? ഇന്ന് somebody said that. സാമ്പ്രദാ പറഞ്ഞത്. എന്താ സാമ്പ്രദ ഒരു കാര്യം പറഞ്ഞല്ലോ, എതിരാളിയോ എന്തോ പറഞ്ഞേ, ശത്രുക്കൾ. എന്താ ഈ ശത്രുക്കൾ? What does it mean by the enemies? ഞാൻ ഒരു വീട് വാക്കാൻ നോക്കിട്ട് ഒരുത്തൻ എനിക്ക് മുമ്പ് പോയി വാങ്ങിച്ചു കളഞ്ഞേ, ശത്രു ആണോ? ശത്രു. Do you think if somebody were to buy a house before you, do you think that person is our enemy? മൈക്ക് എടുത്ത് പ്രസംഗിക്കാൻ പുള്ളി വാങ്ങിച്ചോണ്ട് കളഞ്ഞേ. And do you think a person took away our mic, is that an enemy for us? That's not ശത്രു. That is not the enemy in your life. ക്രിസ്തുവിന്റെ ദർശനം കാണാതിരിപ്പാൻ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാതിരിപ്പാൻ, സത്യത്തിൽ ജീവിക്കാതിരിപ്പാൻ, വിശുദ്ധിയിൽ ജീവിക്കാതിരിപ്പാൻ, നിന്നെ ക്രൂസിഫൈ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുന്നത് മുഴുവനും നിന്റെ ശത്രുവാ. And simply means that anything that is keeping you away from the love of God, everything is an enemy. അതാ നിന്റെ കൂട്ടാളി എന്ന് പറയുന്നത്. And that is what is your friend. ഇരുളിൽ നിന്ന് ദൈവ സാന്നിധ്യമില്ലാത്തിടത്ത് നിന്ന്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഇരുളിന്റെ പ്രവൃത്തി നിന്നിൽ ഉണ്ടാകുന്നുവെങ്കിൽ അങ്ങനെയുള്ള കൂട്ടുകാരെ നീ ഒഴിവാക്കിയേക്കണം. It simply means that you have to avoid anything to do with the works of the darkness. അവരോട് മുഖത്ത് നോക്കി പറയണം. And you have to look them in their eyes and tell I'm them, so sorry. I am so sorry. ശാസിക്കണം ഇവിടെ പറഞ്ഞേക്കുന്നത്. Here it says you have to cast them out. കാണുന്നതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് പോകുന്നവരാകരുത് കേട്ടോ. Do not be participated of all the works of the darkness. നമുക്കത് മാത്രം പറ്റത്തില്ല. We don't know when and how to say no to all. എന്നെ വിളിച്ചതൊക്കെ പറയുമ്പോ പിന്നെ ഞാൻ എന്തോ വല്ലോ ഞാൻ ഒന്നും പറഞ്ഞില്ല, അങ്ങ് കേട്ടതേ ഉള്ളൂ. And sometimes we say that I heard all these things, I didn't want to say anything bad to them. Praise God. നിന്റെ ചെവി എന്തോ ചന്തയെ കൊണ്ട് വെച്ചിരിക്കുന്നതാണോ? Hallelujah. ഞാൻ വിളിക്കണ്ടെന്ന് വിചാരിച്ചതാ, പിന്നെ പുള്ളി ഇങ്ങോട്ട് വിളിച്ചപ്പോൾ അല്ലെ പുള്ളിക്കാരി വിളിച്ചപ്പോൾ അല്ലെ ആ ആൾ വിളിച്ചപ്പം പിന്നെ എന്നോട് ഓരോന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് ഞാൻ ഈ കുരങ്ങനെ ഏണി വെച്ച് കൊടുത്തു എല്ലായിപ്പോയി. And you get into provoking other people or one another with all the wild things. ദൈവമക്കൾ ശാസിക്കാൻ, and children of God, the true believers need to cast them out. Never call me with this subject. Never ask me this. Never bring anything negative to me. അതായിരിക്കണം നാം പറയേണ്ടത്. That should be our attitude and our response to people who does the works of darkness. അതിന് കേട്ട് ചിരിച്ച് മൗനമായിരുന്ന് എന്നാ പിന്നെ ആയിട്ട് ഞാൻ ആരോടും പറയത്തില്ല, ഞാൻ വിളിച്ചെന്ന് പറയണം, ഞാനും വിളിച്ചെന്ന് പറയത്തില്ല, ഇത് മനസ്സിൽ വെച്ചാൽ മതി. ശരി, അപ്പോൾ എന്ത് ചെയ്യും? പുള്ളി ഒരു ഉണ്ട ഇട്ട് കൊടുത്ത് ഇങ്ങോട്ട്. And it simply means that if you participate in the works of the darkness, the devil is putting seeds in your life. ആ വിത്ത് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. And that seed started to grow. പിന്നെ എനിക്ക് ഡെന്നിയെ കാണുമ്പോൾ മുഴുവൻ മറ്റേ കേട്ട കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്ന മുഴുവനും. And from that point you will think differently, you will act differently. പിന്നെ അമ്മാമ്മയെ കാണുമ്പോൾ എനിക്ക് ആ കേട്ട കാര്യങ്ങളാണ് മുഴുവൻ മനസ്സിലിരിക്കുന്നത്. When I see my friend or my brother or പിന്നെ sister, all these bad things come പിന്നെ into my പാസ്റ്ററെ life. കാണുമ്പോൾ മുഴുവൻ അയാളെ കുറിച്ച് എനിക്ക് മറ്റേ കാര്യം ഓർമ്മ വരുന്നേ. And when I see the pastor, all the bad things will come into my life. കർത്താവിന്റെ വചനം പറയുന്നു, നീ അങ്ങനെയുള്ളവരെ ശാസിച്ചു കളയണം, നീ ഇരുട്ടിന്റെ മക്കളുടെ കൂടെ നീ കൂട്ടാളിയാകരുത്. The word of God encourages that you should cast the people who does the works of the darkness. Praise God. സ്തോത്രം. ഹല്ലേലൂയ. 14ാം വാക്യം പറയുന്നറിയാമോ? Verse 14 it says, നിനക്ക് വെളിച്ചത്തിന്റെ ഫലമുണ്ടെങ്കിൽ ഉറങ്ങുന്നവന്റെ കൂടെ നീ ഉറങ്ങരുത്.
It also means that you should not be sleeping with the people who are sleeping. ഇവരാരും കൈയടിച്ചില്ല, പിന്നെ ഞാൻ എങ്ങനെ കൈയടിക്കുന്നത് ഈ പാട്ടിന്റെ സമയത്ത്? And how can I clap when everyone else is not clapping at all? ആരും കൂടുതലായിട്ടൊന്നും സ്തോത്രമൊന്നും അത് ഞാനായിട്ട് ഉറച്ചു പറഞ്ഞു Nobody കഴിഞ്ഞാലേ is praising, and therefore I'm not praising God. Praise God. എല്ലാവരും ഒന്നും വരുന്നില്ല, ആകെപ്പാടെ 3-4 പേര് വരും. പിന്നെ നമ്മൾ അവിടെ പോയിരുന്ന സമയം കളയുന്നേ. Nobody is coming for worship, and why should I go for പ്രിയ myself? സഹോദര സഹോദരി, നീ ഉറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. Dear children of God, you are in a sleeping mode. ദൈവവചനം പറയുന്നു, നിനക്ക് വെളിച്ചത്തിന്റെ ഫലമുണ്ടെങ്കിൽ നീ ഉണരണം. Wake up. And word of God teaches that if you have the fruit of the light, you have to wake up. ആര് വന്നു, ആര് പോയി, ആര് കൈയടിച്ചു എന്നുള്ളതല്ല നിന്റെ പ്രശ്നം. You should not be worried about who is clapping, who is coming, who is worshiping. That should not be your case. നീയും അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? If you are simply sitting and idle like the other people, You are also sleeping with them. hallelujah. Praise God. ചില സ്ഥലങ്ങളിൽ 5 ഓണമുണ്ട്. There are some place there are 5 activities. എന്താണെന്നറിയാമോ? വന്നോണം, ഇരുന്നോണം, You come, you sit, കണ്ടോണം, you see, കേട്ടോണം, you hear, പോയിക്കോണം. and you leave. Praise God. അങ്ങനത്തെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. There are some places that does. I'm not talking about the Poconos or Atlanta or some other place. I'm talking about the churches. വന്നോണം, ഇരുന്നോണം, കിട്ടുന്ന സ്ഥലത്തോടെ ഇരുന്നോണം, കേട്ടോണം, കണ്ടോണം, പൊയ്ക്കോണം. അവിടെ തുള്ളലില്ല, ചാട്ടമില്ല, ആട്ടമില്ല, പാട്ടില്ല, കയ്യടിയില്ല, ഒന്നുമില്ല. എല്ലാം ഓണം, ഓണം, ഓണം. And those kinds of places still exist in our churches where you come and see and sit and then go back. അല്ലയോ മരിച്ച ശവക്കല്ലറിയെ, വെള്ളവേർച്ച ശവക്കല്ലറിയെ, മരിച്ച ശവമേ, നീ ഒന്ന് ഉണര്. Oh children of God, those who are sleeping, please wake up. Praise God. മഹത്വത്തിന്റെ രാജാവ് ഒന്ന് പ്രവേശിക്കട്ടെ. The Lord of the glory, let him come inside your life. നീ ഒന്ന് തുറന്നുകൂട്. Open your doors for him to enter. ആരാധനയ്ക്ക് വരുമ്പോൾ നിന്റെ ഹൃദയം ഒന്ന് തുറക്ക്. When you come to worship, open your heart. മൊബൈലിലെ ടെസ്റ്റും ഹല്ലേലൂയ വാട്സാപ്പിലെ കാര്യങ്ങളും നിന്റെ കടവും ഒന്നും ചിന്തിക്കേണ്ട സ്ഥലമല്ല ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത്. This is not the place for you to be worried about WhatsApp or any kind of other thing. നിന്റെ രാജാവ് പ്രവേശിക്കുവാൻ തക്കവണ്ണം നിന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നുകൂട്. Open the doors of your heart so that the Lord of the glory could come in. നീ തുള്ളി ആരാധിക്കുക. You jump before the Lord and dance before the Lord. ശരീരം കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുക. Leave your heart and you leave your bodies for you to be sacrificed. ഫലമുണ്ടാകാത്ത വൃക്ഷത്തെ ദൈവം നീക്കിക്കളയും. Remember, God will remove the branches that does not bear fruit. 16 വാക്യം എന്താ പറഞ്ഞറിയാമോ? Verse 16 it says, സമയം തക്കത്തിൽ നീ ഉപയോഗിച്ചോണം. making use of your time. ഓ വരുന്ന ആഴ്ച ഈ ആഴ്ച വേണ്ട. You will വരുന്ന ആഴ്ച find ഈ ആഴ്ച excuses വേണ്ടാന്ന്. for praising or giving thanks to the Lord. സ്നാനപ്പെടാനെ കൊണ്ടൊക്കെ എങ്ങനെ അറിയാം? അതറിയാം പാസ്റ്ററെ, ഒരു സ്വല്പം കൂടെ ഞാനൊന്ന് വെയിറ്റ് ചെയ്യും. Yeah, some people will say, Pastor, I know I need to get baptized, but I wanted to extend it one more week. എന്താ ഇപ്പൊ പ്രാർത്ഥിക്കാത്തത്? I wanted to ask you, why don't you pray to right now? ഓ ഇപ്പൊ അങ്ങനെ ഒരു We will find excuses for us not to pray. അങ്ങനെ ഓരോന്ന് ചിന്തിച്ചാ മതിയെന്നേ. Let us examine all those little things in our lives. നമ്മുടെ സ്വന്തം കാര്യം ഉദ്ദേശിച്ചാ മതി. Let us examine ourselves. ദൈവവചനം പറയുന്നു, The word of God teaches. ഈ വെള്ളിയാഴ്ച നിനക്ക് ഇനിയും കിട്ടുമോന്ന് അറിയില്ല കേട്ടോ. You don't know if you will receive this Friday in your life. ഈ സൺഡേ നിനക്ക് ഇനി കിട്ടുമോന്ന് Do അറിയില്ല you know കേട്ടോ. if you will receive another Sunday in your life? ഈ ബുധനാഴ്ച രാത്രി നിനക്ക് കിട്ടുമോന്ന് അറിയില്ല You കേട്ടോ. don't know you will get another day in your life. ഇന്നത്തെ ആത്മസാന്നിധ്യം വരുന്ന ആഴ്ച കിട്ടുമോന്ന് അറിയില്ല കേട്ടോ. You don't know if you will receive the presence of the Lord next week. ഈ വചനം നിനക്ക് അടുത്ത പ്രാവശ്യം കിട്ടുമോന്ന് അറിയില്ല കേട്ടോ. You don't know if you're going to receive the same word ഈ next ദൈവ week. ശബ്ദം നിനക്ക് അടുത്ത പ്രാവശ്യം കേൾക്കാൻ പറ്റുന്നിരിക്കും You may കേട്ടോ. not hear the voice of God next week. നീ സമയം തക്കത്തിൽ ഉപയോഗിച്ചോണം. You have to make use of your time wisely. ഹല്ലേലൂയ. സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ പറ്റുന്നെങ്കിൽ നിന്നിൽ ആത്മാവിന്റെ ഫലമുണ്ടോ, മാനസാന്തരത്തിന്റെ ഫലമുണ്ടോ, ലാസ്റ്റിൽ വെളിച്ചത്തിന്റെ If you ഫലമുണ്ടോ. are able to make use of your time wisely, it means that you have the fruit of the repentance, the spirit and the light. ആരും ഇറങ്ങിയില്ലെങ്കിലും ചാടി ഇറങ്ങുവാൻ കഴിവുള്ള ഒരു പത്രോസ് ആയിരുന്നു. എല്ലാരും പേടിച്ചു.
ഈ ആഴമുള്ളതിന്റെ അകത്ത് എന്തോ ഇനി ചാടി ഇറങ്ങാനായി ഈ ബോട്ടിൽ When most of his the friends were not able to jump into the water, but Peter was able to jump into the water. ആരും പുറകെ ഇല്ലെങ്കിലും ചാടുവാൻ തയ്യാറുള്ളവനെ സഭദൈവം കൊടുത്തു. Even if he is not able to, nobody else is coming along with him, but Peter jumped, and because of that he received the അവന് church. ഉത്തരവാദിത്വം കൊടുത്തു. He has been given the keys of the church. എന്റെ ആടിനെ പരിപാലിക്കണം. You have to take care of my sheep. എന്റെ ആടിന് ആവശ്യമുള്ള ആഹാരം കൊടുക്കണം. You have to feed my sheep. അതിനെ സുരക്ഷിതമായ സ്ഥലത്ത് ടെൻഡ് ചെയ്യണം. You have to keep them protected from the enemy. എന്താ കാര്യമെന്ന് അറിയാമോ? You know why that God entrusted him? എടാ ഒരുത്തനും നിങ്ങൾ ആരും എന്റെ കൂടെ ചാടാനില്ലായിരുന്നല്ലോ. There was a time nobody else was able to jump for me. നിങ്ങളെല്ലാം വിചാരിച്ചു ഞാൻ എല്ലാത്തിനും അങ്ങ് മുന്നേ നിൽക്കുന്നവനാ, ചാവുന്നേ ചാവട്ടെന്ന് വിചാരിച്ചില്ലേ? You might be thought that I could be dead in പക്ഷേ the എന്റെ water. ഹൃദയം കണ്ടവൻ എന്റെ കൈക്ക് പിടിച്ചു. But God who saw my heart has called my hand. ഹല്ലേലൂയ. മറ്റുള്ളവന് നീ ഒരു എടുത്തിയാട്ടക്കാരനാന്ന് പറഞ്ഞാലും For other people you might be a jumper. മറ്റുള്ളവർ പറയാ നിന്റെ ശബ്ദം കുറച്ച് കൂടുതലാന്ന് പറഞ്ഞാലും Other people might say your voice is a little louder. പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷ പറയണമെന്ന് ചോദിച്ചാലും You might be thinking, why should I say it? Speak പറയുന്നവൻ in tongues. പറയട്ടെ. സമയം തക്കത്തിൽ ഉപയോഗിക്കുന്ന ദൈവമല്ലയോ? ദൈവത്തിന് ആവശ്യം അവനിൽ മേല വെളിച്ചത്തിന്റെ ഫലമുള്ളത്. Whatever the friends or your families might say, but those who use their time wisely have the Spirit in them. Praise God. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ പോലും ഇത്രയും സമയമായല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. Some people might be thinking that the time has passed. അങ്ങനെയുള്ള ഞാൻ പറയട്ടെ, I wanted to tell those people, നിന്നിലെ ഫലവും പോയി എല്ലാം പോയി പുഴു കുത്തിക്കൊണ്ടിരിക്കുക. you have lost all the fruit in you. Praise God. നിനക്ക് പലതും പറയാനുണ്ടാവും. You might be saying you have fruit. വെളുപ്പിനെ എണ്ണിച്ചതാ. You might have woken up early. എന്നിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. You might have many things to do വൈകിട്ടത്തേന് afterwards. ഒരു വക വെച്ചിട്ടില്ല. You might not know, you might have not cooked properly. ഷുഗർ കുറഞ്ഞോണ്ടിരിക്കുക. You might be thinking my sugar level is going down. ഇയാൾ ഉത്തരം പറയുമോ? ഇന്ന് പകൽക്കാലം നീ ക്രിസ്തുവിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ഷുഗറിനെ കർത്താവ് അതുവരെ പിടിച്ചു നിർത്തുന്നു. Today morning, if you are able to stand for the Lord can do miracles in your life. ഹല്ലേലൂയ. Hallelujah. നിന്റെ കാര്യങ്ങൾക്കെല്ലാം ദൈവം ഏറ്റെടുത്തോളൂ. നീ God will take care of your life. നീ വഴിയാൻ പോകണ്ട. You don't have to worry about anything. ആത്മാവിന്റെ വെളിച്ചത്തിന് വേണ്ടി കൊടുക്കുക, വെളിച്ചത്തിന്റെ ഫലത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. You live your body and your life for the fruit of the Spirit. 18ാം വാക്യം എന്താ പറഞ്ഞറിയാമോ? Verse 18 it says, വെളിച്ചമുള്ളവൻ കുടിയന്മാരാകരുത്. verse 18 it says, you should not be drunkard people. ചിലര് പറയാറുണ്ട്, Some people will say this. ഒരു ഗ്ലാസ് എടുക്കണം, You can have a single. ക്വാർട്ടർ മാത്രം എടുക്കണം. Some people will say you can drink a little bit of wine or പിന്നെ alcohol. വെള്ളം ഒഴിച്ച് നമുക്ക് അതിനെ അങ്ങ് മൈനസ് ചെയ്ത് അത് റെഡിയാക്കി കുടിക്കാം. And you can dilute it by filling it with water. ഫുള്ള് ഗ്ലാസ് കുടിച്ചാ പാവാ. And if you were to drink a whole glass, it becomes a sin. ഞാൻ പറയുന്നു, But I will tell you this. അത് നിങ്ങൾ തന്നെ അങ്ങ് ജഡ്ജ് ചെയ്ത് You ചെയ്താൽ can മതി. decide and you can judge yourself. എനിക്കിത് വാസ്തവമായിട്ട് പറയാൻ അറിയാമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോയിട്ട് ഇതെല്ലാം പറയാമായിരുന്നു. And if I know everything, I would have shared with you. ആത്മാവ് തരുന്ന വെളിച്ചത്തോളം ചെയ്യുക. You do whatever the light, the fruit of the light. നിങ്ങളോട് ദൈവത്തിന്റെ വചനം കുടിക്കുന്നതിന് കണക്ക് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കുടിച്ചോണം. If the word or the Spirit has allowed you to drink, you can go ahead. ഏത് സാധനം വേണോ ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചെയ്തോണം. If the Holy Spirit has revealed for you to do it, then you do it. പക്ഷെ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ അനുസരിക്കരുത്. Do not listen to your soul. ദൈവത്തിന്റെ ആത്മാവോട് ചോദിക്കണം. You have to ask the Spirit of God for എന്നിട്ട് എന്ത് counsel. വേണേലും ചെയ്തോണം. You can do afterward whatever the Spirit tells you to do. എന്താണെന്നറിയാമോ? Do you know why? അത് നീ ദൈവമായിട്ടുള്ളതല്ലേ. It is because you are settling it with God. തീർത്തു, I don't know. You can settle it with God. Praise God. Hallelujah. സ്തോത്രം. 19ാമത്തെ വാക്യം, സ്തോത്രം, 21ാമത്തെ വാക്യവും വായിച്ചിട്ട് ഞാൻ ഈ മെസ്സേജ് ഇന്ന് അവസാനിപ്പിക്കും. സത്യത്തിന്റെ വെളിച്ചത്തിന്റെ ഫലം 19ാമത്തെ വാക്യം നമുക്ക് എടുത്ത് വായിക്കാം. Speaking to one another സ്തുതികളാലും in hymns, ആത്മീയ ഗീതങ്ങളാലും, in spiritual songs, praise God, singing hallelujah, and making. ആത്മാവിൽ ആരാധിക്കണമെന്നാ ദൈവവചനം പറയുന്നത്. The word of God teaches that you have to sing in the Spirit.
എന്താ ഈ ആത്മാവിൽ ആരാധിക്കാൻ പലപ്പോഴും Do പറ്റാത്തതെന്നറിയാമോ? you know why many people are not able to worship in the Spirit? വെളിച്ചത്തിന്റെ ഫലം നിന്നിലേക്ക് ഇല്ലാത്തത് It is കൊണ്ടാണ്. because you are not having the fruit of the light. നീ ആരാധിക്കുന്നവനെ കണ്ണു തുറന്ന് വീഴ്ച നിൽക്കേണ്ട ഉദ്ദേശം എന്താ Do അറിയാമോ? you know why you stare at other people who are worshiping in spirit? ഫലമുള്ളവനെ കുത്താനുള്ള പുഴുവാ നീ. You have become something that can pierce. ആരാധിക്കുന്നവനെ ജഡ്ജ് ചെയ്യുന്നെങ്കിൽ ഹല്ലേലൂയ നീ ഒരു പുഴുവാ, നിന്നിൽ യാതൊരു ഫലവുമില്ല. If you are judging other people who are worshiping, you have lost all the fruit in you. വചനം പറയുന്നു നിന്നെ നീക്കിക്കളയും. The word of God teaches that you will be removed from life. Praise God. സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും With psalms and hymns and spiritual songs ആത്മാവിൽ ആരാധിക്കുന്ന and worshiping in the spirit. ദൈവത്തെ പാടി ഘോഷിക്കുന്ന The people who worship the Lord with hymns. ഒരു ജനത്തെ ദൈവത്തിന് ആവശ്യമാണ്. God wants those kinds of people. ഒരു പ്രത്യേക സഭയ്ക്ക് വേണ്ട, The church does not need that. ഒരു കൂട്ടത്തിന് വേണ്ട, A group of people does not need ഒരു it. പാസ്റ്റർക്ക് വേണ്ട. A pastor may not need it. പക്ഷേ സ്വർഗ്ഗത്തിലെ യേശുവിന് വേണം. But the Lord that lives in heaven needs them. ആത്മാവിൽ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനത്തെ. The Lord desires and looks for people who worship in spirit. If not, കഴിയുന്നില്ല എങ്കിൽ If you are not able to do that, എന്നിൽ വെളിച്ചത്തിന്റെ ഫലമില്ല. it simply means that you don't have the fruit of the light. 21-ാം വാക്യം എന്താ പറയുന്നറിയാമോ? Verse 21 it says, അന്യോന്യം നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കണം. submitting to one another in the fear of the എന്ന് Lord. പറഞ്ഞാൽ ഒരുത്തൻ നിൽക്കുമ്പോൾ അവന്റെ കീഴിൽ പോയി ഇരിക്കണം. അങ്ങനെയാണോ? Do you think here it's asking to submit to that person in a literal sense? Respect each others, no matter who you are. Hallelujah. You are maybe big boss. You are maybe doctor. You are maybe just a coolie labor. You are maybe the beggar. Hallelujah. Maybe you are doing very low quality job. ഏറ്റവും താണ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ. Hallelujah. You might be having a small jobs in your life. എത്ര നാസ്റ്റി ജോലി ചെയ്യുന്നവരായിക്കോട്ടെ. You might be doing some worse jobs in your life. മുനിസിപ്പാലിറ്റിയിൽ ട്രാഷ് മാറുന്നവനാകട്ടെ. You might be a janitor in a job. റോഡ് ക്ലീൻ ചെയ്യുന്നവനാകട്ടെ. You might be a person who cleans a road. നീ വലിയ മുതലാളിയാവട്ടെ. You might be a bigger boss. നീ ഒരു ഡോക്ടർ ആവട്ടെ. You could be a doctor. യേശുവിന്റെ വചനം പറയുന്നു But the word of God teaches that നീ ഒരുത്തൻ ഒരുവന് കീഴ്പ്പെട്ടിരിക്കണം. you have to submit to one another. കാരണം ദൈവസന്നിധിയിലോ But in the presence of the Lord, നിന്റെ ക്വാളിഫിക്കേഷൻ ഒന്നും ദൈവത്തിന് വേണ്ട. God doesn't need any of your അത് qualifications. പാലിക്കുന്ന ഒരു മാത്രമേ ഒരാളെ എൻ്റെ അറിവിലുള്ളൂ. There's only one person who does that. ഗൾഫ് രാജ്യങ്ങളിലുള്ള രാജാക്കന്മാരും പ്രിൻസുമാരും സാധാരണ ജനവും. We know in the Middle East, the kings or the common people. രാജാവും ഭാര്യയ്ക്കും വേണ്ടി മാത്രം ഒരു മോസ്കില്ല അവിടെ. There is no mosque that is only for the kings and his wives. അവരുടെ സൈഡിലുള്ള മോസ്കിൽ അവിടെ താമസിക്കുന്നവർക്കും വരാം. And the people, they can attend, any common man can attend the mosque. രാജാവും അവിടെ മുട്ടുകുത്തി അവരുടെ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കും. And even the kings of those nations will kneel down and worship their own God in their own way. യാതൊരു ഹോപ്പുമില്ലാത്ത ഒരു പ്രാർത്ഥന. There's no hope for those prayers. നിത്യജീവൻ വാഗ്ദത്തം ചെയ്യാത്ത ഒരു പ്രാർത്ഥന. A prayer that does not promises any eternal life. അങ്ങനെയുള്ളവർ പോലും ഹല്ലേലൂയ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്നുവെങ്കിൽ, If those people can submit to one another. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ, A person who said, I'm going to prepare a place. നിങ്ങളുടെ ഹൃദയം കലങ്ങരുതെന്ന് പറഞ്ഞ, A person who said, do not be disheartened. എന്റെ അപ്പച്ചന്റെ അടുത്ത് ഒത്തിരി സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞ, And he said, my father has many mansions. യേശുവിന്റെ മുൻപാകെ ആയിരിക്കുന്ന ജനമേ, Oh, to those people who are in the presence of the Holy Spirit. എത്രയധികം നാം നമ്മുടെ സഹോദരനും സഹോദരിക്കും How കീഴ്പ്പെട്ടിരിക്കണം. much more we have to submit to one another. ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ വെളിച്ചത്തിന്റെ ഫലം If ഉണ്ടായിരിക്കണം. these things were to happen, we need the fruit of the light. വായിച്ച ഭാഗം ഒന്നുകൂടെ ചിന്തിക്കാം. Let us examine the verse that we read again. നീ ഫലം കായ്ക്കുന്നില്ല എങ്കിൽ If you are not producing fruit, നിന്നെ മാറ്റിക്കളയും. God will prune you out. നിന്റെ ആയുസ്, നമ്മുടെ ആയുസ് വേണ്ട. നമുക്കൊക്കെ ഒരു വി ആർ സെൽഫ് സാറ്റിസ്ഫൈഡ്. വി തിങ്ക് ഐ ആം പ്രൊഡ്യൂസിങ് ഫുഡ്. ഞാൻ എൻ്റെ ദശാംശം കൊടുക്കുന്നുണ്ട്.
അത് കൊടുക്കുന്നുണ്ട്, ഇത് കൊടുക്കുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട്. ഞാൻ പള്ളി വെച്ചു കൊടുത്തു, 4 ചെയർ എൻ്റേതാ, ഫാൻ എൻ്റേതാ. Do you think this is the fruit? We have many fruits and we think it is the true fruit of the Spirit. The Bible is saying you are a foolish man. This is not the fruit. ഈ ഫ്രൂട്ട് വരുന്ന അറിയാം, നിന്റെ നന്മയിലുള്ള ഫ്രൂട്ടാണ് കൊടുക്കുന്നേ. You are only giving the things that you have received. നന്മയിൽ നിന്നുള്ള ഫ്രൂട്ടാണ് കൊടുക്കുന്നേ. You are only giving things that you have received in your life. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളോട്, Dear children, ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, dear children, I wanted to remind you one thing. 3 രീതിയിലുള്ള ഫലങ്ങളും കൊടുക്കാൻ വരും ദിവസങ്ങളിൽ നാം ഒരുങ്ങണം. May God enable us and prepare us for us to produce all these 3 different kinds of ദൈവം fruits. നിന്റെ കുടുംബത്തെയോ പേഴ്സണൽ ജീവിതത്തെയോ വിശ്വാസ ജീവിതത്തെയോ ചെത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ If God wants to prune you in your life, നീ ഭാരപ്പെടരുത്. do not be disheartened. പക്ഷേ നീ പറയണം, ദൈവമേ, But one thing you have to tell of the Lord. നല്ല ഫലമുള്ളവനായ എന്നെ പുറത്തു കൊണ്ടുവരണം. Lord, bring us forth with good ഞാൻ ഈ fruit. രോഗത്തിന് അടിമപ്പെട്ട് മരണപ്പെടാൻ സമ്മതിക്കാതെ അങ്ങേക്ക് ഫലം കായ്ക്കുന്നവനായി എന്നെ സൗഖ്യമാക്കി പുറത്തു കൊണ്ടുവരണമേ. Lord, we can pray to the Lord that bring me forth through all these diseases that I'm going through. Oh, heal me, Lord, then I am healed. Praise God. Hallelujah. Praise God. Oh, redeem me, God, then I'm redeemed. അതായിരിക്കട്ടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. May that be the desire of our God lives. bless you with this word. Hallelujah.